മുനമ്പത്തെ വഖഫ് ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിൽ CPM എന്താണ് 8ന്റെ പണി കൊടുത്തത്, അല്ലെങ്കിൽ CPMന്റെ ഒരു പണിയാണ്, സതീശൻ വരുമ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. BJP പറയുന്നു BJPയെ പറ്റിച്ചു എന്ന് പറയുന്നുണ്ട് ഈ മുനമ്പം ജനത. അങ്ങനെയുള്ള ഒരുപാട് ആരോപണം. സത്യത്തിൽ ഈ വിഷയത്തില് മുനമ്പത്ത് എന്താണ് സംഭവിച്ചത്? മുനമ്പംകാരെ ആരാണ് ചതിച്ചത്? മുനമ്പംകാരെ ആരാണ് ചതിച്ചതെന്ന് വലിയൊരു ചോദ്യമാണ്. കാരണം അത് ഈ വഖഫ് ഭൂമി എന്ന് പറയുന്നതും വഖഫ് ബോർഡ് എന്ന് പറയുന്നതൊക്കെ വലിയൊരു വിഷയമാണ്. ഇപ്പം അത്രയൊന്നും ഡീറ്റെയിൽസിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. ഇതിൽ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വളരെ വിശദാംശങ്ങൾ, ആ ഭൂമിയുടെ ചരിത്രം മുതൽ സാമൂതിരി അത് പാട്ടത്തിന് കൊടുക്കുന്നത് മുതലുള്ള ചരിത്രം പറഞ്ഞ് ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സതീശൻ പറഞ്ഞൊരു കാര്യമാണ്. ആ സതീശൻ പറഞ്ഞത് ഇത് 8ന്റെ പണിയാണെന്നാണ്. 8ന്റെ പണിയല്ല, ഇത് 16ന്റെ കള്ളമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഉമീദ് പോർട്ടലിൽ എല്ലാവരും ഉപയോഗിക്കുന്നത് രജിസ്റ്റർ ചെയ്തു എന്നുള്ളൊരു വാക്കാണ്. ആ വാക്ക് തന്നെ തെറ്റാണ്. ഉമീദ് പോർട്ടലിലേക്ക് ഇതുവരെയുള്ള 2025 പുതിയ വഖഫ് ഭേദഗതി ആക്ട് നിലവിൽ വന്നതിന് ശേഷം പ്രജിത സത്യസന്ധമായി അറിയേണ്ട ഒരു കാര്യം, ഇതുവരെ വഖഫായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വസ്തുക്കളുടെ എല്ലാം ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അതെങ്ങനെ എൻ്റർ ചെയ്യാതിരിക്കണം? അത് എൻ്റർ ചെയ്യാൻ 6 മാസം സമയം കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി സംസാരിച്ചപ്പോൾ 6 മാസം കൂടി സമയം കൊടുത്തു. 6 മാസം കൂടി വെച്ച് താമസിപ്പിച്ചതിന് ശേഷം ഇത് എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്യാതിരിക്കണം എങ്ങനെയാണ്? ഒരു വഖഫിൻ്റെ ഭൂമിയായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞെന്നാണ് 2019 2019 ആരാണ് വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ എന്നറിയുമോ? അത് പാണക്കാട് റഷീദ് അലി തങ്ങളാണ്. അപ്പം പിന്നെ അന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞൊരു കാര്യം, അതായത് എന്ത് ചെയ്യുന്നു, ഇപ്പം ബർത്ത് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, ഞാൻ സ്കൂളിൽ പേര് ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ പേര് ചേർക്കാതിരിക്കാൻ പറ്റുമോ? എന്താണ് ഈ പറയണത്? അപ്പം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡോ നേരെ എന്ത് ചെയ്തു, 8ന്റെ പണി കൊടുത്തു എന്ന് സതീശൻ പറയുന്നത് വെറുതെയാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. സതീശൻ ഇത് എന്താ പറ്റിയെന്ന് വെച്ചാൽ, സതീശൻ അവിടെ ചെന്നിട്ട് മുനമ്പത്തി എന്ന് അതിഗംഭീരമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തി. ആ പ്രസംഗങ്ങൾ നടത്തിയപ്പോഴെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിസ്സാരം എന്ന് പറഞ്ഞു പോയി. 10 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. എങ്ങനെ 10 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റണ്ട? ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുനമ്പത്തെ ജനതയെ വഞ്ചിക്കാത്തൊരു പ്രസ്ഥാനം എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇടതുപക്ഷവും CPM ഒക്കെ മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ ആളുകൾ പറയും ഞാൻ കൊമ്മിയാണ്. ഇത് സത്യമാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഓക്കെ, ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താ? BJPക്കാർ പറഞ്ഞു വഖഫ് നിയമം വരുന്നതോടുകൂടി എല്ലാവരും റെഡിയാകുമെന്ന് പറഞ്ഞു. കിരൺ റിജിജു, ഇപ്പോൾ പുള്ളിക്ക് പാവത്തിന് ഇതൊന്നും അറിയാൻ പാടില്ല. പുള്ളിനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായില്ല, ഞങ്ങളവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. കിരൺ റിജിജു പറഞ്ഞു ഓക്കെ, നിയമമൊക്കെ പാസ്സായി, ഇനിയൊന്നും പേടിക്കാറില്ല, കേസ് എടുത്തിക്കൊള്ളാനാണ്. അവർ വിചാരിച്ചത് നിയമം പാസ്സാകുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾ ഇല്ലാതാകുമെന്നാണ്. നിയമം പാസ്സായിട്ട് ഇല്ലാതായില്ല. ഒന്ന്. രണ്ടാമത്തത് 10 മിനിറ്റ് കൊണ്ട്, ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ 1.5 കൊല്ലം കഴിഞ്ഞ് അധികാരത്തിൽ വരുമ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നു. ഇതെന്താ ദോശ കൂടണയാണ്? ദോശയാണെങ്കിൽ ശരിയാണ്, മറ്റേ മാവ് കിട്ടും. മാവ് പോലെ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. മാവ് മറ്റേ മേടിച്ച ദോശ വേണമെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം? കല്ല് ചൂടായി കിടക്കണോ? അത് മറ്റേ നമ്മൾ ദോശമാവുമായിട്ട് എന്ത് ചെയ്യണം? തട്ടുകടയിലേക്ക് പോകണം. എന്നിട്ട് ചൂടായി കിടക്കണതിനെ പിടിച്ചു മാറ്റിയിട്ട് വേണം എന്ത് ചെയ്യുക? ഇതൊക്കെ വെറുതെ ഇപ്പുറത്തുപോലെ ഡയലോഗ് അടിക്കുക എന്നുള്ളത് എന്താ? 2019 പാണക്കാട് കുടുംബത്തിലെ റഷീദ് അലി തങ്ങൾ ഇതിലിരിക്കുമ്പോൾ മുസ്ലിം ലീഗ് അതുപോലെ അന്നത്തെ UDF ഗവൺമെൻറ് വെച്ചിട്ടുള്ള വഖഫ് ബോർഡ്, ആ വഖഫ് ബോർഡാണ് ഈ പ്രോപ്പർട്ടി ഇത് വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യണേ. ഞാൻ ആരോട് വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം. ഏത് ചാനലുകളും എന്നെ എന്ത് ചെയ്യട്ടെ, ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിക്കട്ടെ. അപ്പോൾ അതാണ് രജിസ്റ്റർ ചെയ്യണേ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സത്യത്തിൽ യഥാർത്ഥത്തിൽ കറക്റ്റാണ്. അത് ഈ കേരളത്തിലെ പ്രോപ്പർട്ടി മാത്രമല്ല പ്രജിത, 2025 മുമ്പ്, അതായത് ഒരു ഡേറ്റ് കൊടുത്തിട്ട് ആ ഡേറ്റിന് മുമ്പ് വഖഫ് പ്രോപ്പർട്ടിയായി വന്നിട്ടുള്ള എല്ലാത്തിനും ഒരു രജിസ്റ്റർ ഉണ്ടാക്കണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് ആദ്യം പറഞ്ഞു. അത് നല്ല കാര്യമാണ്, കൃത്യമായിട്ടുള്ള കാര്യമാണ്. എന്താ കാര്യം? ഒരു രജിസ്റ്റർ വേണ്ടേ? കാരണം എന്താ പറയുക, ഈ വഖഫ് പ്രോപ്പർട്ടി മുഴുവൻ അന്യാധീനപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൊള്ളകളിൽ കൊള്ളയാണ്. യഥാർത്ഥത്തിൽ ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, ഇവർക്കൊരു വിശ്വാസവും ഇല്ല. ഇപ്പം ആയിരക്കണക്കിന് പ്രോപ്പർട്ടികൾ ബാംഗ്ലൂരിലും കർണാടകയിലും ഒക്കെ കിടക്കുന്നുണ്ട്. ഇപ്പം ആ പ്രോപ്പർട്ടി എവിടെയാണെന്ന് കാണാനില്ല. ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ 8.5 ലക്ഷം കോടി രൂപ മറ്റേ ഏക്കറിൻ്റെ പ്രോപ്പർട്ടിയും ബിൽഡിങ്ങുകളും ഒക്കെ കൂടി ഇതിനകത്തുണ്ട്. ഏറ്റവും കുറഞ്ഞതൊരു 15,000 രൂപ 16,000 രൂപ വാടക കിട്ടേണ്ടതാണ് ഈ വഖഫിൻ്റെ ഇതിൽ.
അതിന് കിട്ടിക്കൊണ്ടിരിക്കണേണ്ട 150 രൂപ 150 കോടി 200 കോടിയായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വന്തക്കാർക്ക് ഇവരുടെ ബന്ധുക്കൾക്കോ ഒക്കെ സാധനം കൊടുത്തേക്കണേണ്. അല്ലാതെ ഇതിൽ ആർക്കും തന്നെ എന്തില്ല, ഒരു തരത്തിലുള്ള താല്പര്യമോ വിശ്വാസമോ ഒന്നുമില്ല. പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടേണ്ട കാര്യത്തിന് യാതൊരു ഗുണവും കിട്ടാതെ പോവുകയാണ് വഖഫ് പ്രോപ്പർട്ടികൾ കൊണ്ടിട്ട്. പക്ഷെ ഇത്രയും കുടുംബങ്ങളുടെ കാര്യം അവിടെ വിഷയത്തിലാവുകയല്ലേ, പ്രശ്നത്തിലാവുകയല്ലേ? ഇത്തരം കുടുംബങ്ങളുടെ കാര്യം വിഷയത്തിലാവുകയാണ്. ആ വിഷയത്തിലാവുന്നത് കൊണ്ട് അവരവിടെ നിന്ന് ഒഴിപ്പിക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഒഴിപ്പിക്കാനൊന്നും ആർക്കും സാധിക്കില്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താ, ക്രയവിക്രയം നടത്താനുള്ള അധികാരം ഇപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കോൺഗ്രസ് ഗവൺമെന്റ് തന്നെ പാസ്സാക്കിയിട്ടുള്ള വഖഫ് നിയമത്തിന്റെ ഭേദഗതികളിൽ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? പ്രജിതയുടെ വീടോ എൻ്റെ വീടോ വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞ് അവർ ക്ലെയിം ചെയ്താൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു എതിരഭിപ്രായം പറഞ്ഞാൽ അവർ ക്ലെയിം ചെയ്താൽ, ക്ലെയിം ചെയ്യുന്നതിന് കുറേ നിബന്ധനകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ശരിയാണ്. പക്ഷെ ക്ലെയിം ചെയ്താൽ പിന്നെ ഞാനോ പ്രജിതയോ തെളിയിക്കണം, വഖഫ് ട്രിബ്യൂണലിൽ ചെന്ന് തെളിയിക്കണം ഇത് വഖഫിൻ്റെ എൻ്റെ പ്രോപ്പർട്ടി ആണെന്ന് തെളിയിക്കണം. തെളിയിക്കുന്നത് വരെ എന്താണെന്നറിയാമോ, ഇത് വഖഫിൻ്റെ പ്രോപ്പർട്ടിയാണ്. അങ്ങനെ ഒരു നിയമം തന്നെ കാടത്വമാണ്. അതായത് ഞാനും പ്രജിതയും കൂടി ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുന്നു, പ്രജിതയുടെ പ്രോപ്പർട്ടി എൻ്റെ ആണെന്ന് ഞാൻ പറയുമ്പോൾ ആ ഡിസ്പ്യൂട്ട് തീരുന്നത് വരെ അത് പ്രജിതയുടെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ അതല്ല. ഇവിടെ ഞാൻ ക്ലെയിം ചെയ്യുമ്പോൾ തന്നെ അത് എൻ്റെ പ്രോപ്പർട്ടി ആയി കഴിഞ്ഞു. പിന്നെ നിങ്ങളല്ലെന്ന് പറഞ്ഞ് തിരിച്ചു കിട്ടിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ബലാത്സംഗത്തിനൊക്കെ അങ്ങനെ നിയമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബലാത്സംഗം നടത്തിയെന്നൊരു ആളെ തെളിയിച്ചാൽ ആള് തെളിയിക്കണം, അല്ലാതെ ബലാത്സംഗം നടത്തിയെന്ന് സ്ത്രീ വന്ന് തെളിയിക്കണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അത് അവർ ദുർബലമായതുകൊണ്ടും മറ്റു പല കാരണങ്ങളും നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുന്ന പാട്രിയാർക്കൽ സ്വഭാവം ഒക്കെ ഉള്ളതുകൊണ്ട് കൊടുത്തേക്കുന്ന ഇതാണ്. പക്ഷെ അത് SC/ST അട്രോസിറ്റീസ് ആക്ടിന്റെ കാര്യത്തിലുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ അതല്ല ഉള്ളത്. ഈ കാര്യത്തിൽ അങ്ങേയറ്റം അസംബന്ധമായിട്ടുള്ള നിയമമാണ്. ഇത് BJP പാസ്സാക്കിയ നിയമത്തെ, ആ നിയമം പോരാ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ആ നിയമത്തെ അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് വേണമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അത് ഇനിയും ഇപ്പം ഇതിന്റെ പുറത്ത് BJP ഗവൺമെന്റ് കൊണ്ടുവന്നേക്കുന്ന നിയമത്തിൽ തന്നെ ചില കാര്യങ്ങളിൽ ഈ വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ട് കളക്ടർക്കൊക്കെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ മേജറായിട്ടുള്ള ഇത്തരത്തിലുള്ള ചില നിയമങ്ങളൊക്കെ ഒഴിവാക്കി. ശരിയാണ്, അത് ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 40 ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് അതൊക്കെ നമ്മൾ നിൽക്കട്ടെ. ഈ കാര്യത്തിൽ ഇത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളത് അന്ന് സതീശൻ പറഞ്ഞ വാചകം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനത് കേട്ട് അത്ഭുതപ്പെട്ടു പോയ ഒരാളാണ്. കാരണം സതീശൻ പറഞ്ഞത് ഞാൻ എല്ലാവരുമായിട്ട് സംസാരിച്ചു, സ്റ്റേക്ക് ഹോൾഡേഴ്സാക്കിയിട്ട് സംസാരിച്ചു, ഞാൻ വലിയ അഭിഭാഷകരെല്ലാവരുമായിട്ട് സംസാരിച്ചു, എന്നിട്ടാണ് ഞാൻ പറയുന്നത് ഇതിൽ കുഴപ്പമൊന്നുമില്ല, ഇത് 10 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം. എങ്ങനെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാര്യം പറയാൻ സാധിക്കുക എന്നുള്ളൊരു കാര്യമില്ലേ? കാരണം 10 മിനിറ്റ് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രശ്നത്തിലായ ഇത്രയും നാള് നീണ്ടു നിന്നൊരു അതൊക്കെ പറയാ. ഈ നാട്ടിൽ നമുക്ക് അങ്ങനെയൊക്കെ പറയാ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും ഇവിടെ ചോദ്യം ചെയ്യാൻ ആളില്ല. മാധ്യമങ്ങൾക്ക് തന്നെ എന്തെങ്കിലും തേങ്ങ അറിയോ ഇതിനെക്കുറിച്ച്? ഞാൻ തുറന്ന് പ്രജിതയോട് പറയുമ്പോൾ പ്രജിത ഇത് പലപ്പോഴും ആളുകൾ താഴെ വന്നൊക്കെ കമന്റ് ചെയ്യും, ഇയാളുടെ ഭയങ്കര അഹങ്കാരമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യും. എൻ്റെ അഹങ്കാരമാണ്, നിങ്ങൾ എടുത്തോ. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരിൽ ചിലപ്പോൾ 2, 3, 4 പേര് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഒരാളും ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടില്ല. കാരണം അങ്ങനെ പഠിക്കൽ എളുപ്പമല്ല. അവർ രാവിലെ മുതൽ ഒരു രാത്രി വരെയുള്ള ഷിഫ്റ്റും കഴിഞ്ഞ് വന്നിട്ട് രാവിലെ 8 മണിക്ക് ഫ്ലോറിൽ കയറി രാത്രി 12 മണി ഷിഫ്റ്റും കഴിഞ്ഞ് വന്നിട്ട് പിന്നെയും ഒരു 4 മണിക്കൂർ ഉറക്കം കളഞ്ഞ് ഇരുന്നിട്ടല്ലാതെ, അങ്ങനെ ഒരു 10 ദിവസമെങ്കിലും ഇരുന്നിട്ടല്ലാതെ ഈ സാധനത്തിനെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. എവിടെ പറ്റുമെന്ന് ഈ പറയണ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ വന്നു. ആ റിപ്പോർട്ട് പുറത്തേക്ക് എത്തിയപ്പോൾ ചർച്ച അങ്ങനെ തുടങ്ങണേ. എങ്ങനെ ചർച്ച തുടങ്ങി? ഇനി ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ആ റിപ്പോർട്ട് 295 പേജിന്റെ റിപ്പോർട്ടാണ്. പ്രജിത അറിയേണ്ടത് ഞാനത് 2-3 ദിവസം കൊണ്ടാണ് അത് വായിച്ച് തീർത്തത്. കാരണം വെറുതെ അങ്ങ് വായിച്ചാൽ പോരല്ലോ, നമ്മളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന ഇപ്പൊ വിധി, മറ്റേ ഇയാൾക്കെതിരെയുള്ള വിധി 1800 പേജ്. എങ്ങനെയാണ് 1800 പേജ് എന്ത് ചെയ്യണത്? നമ്മളെന്താ മറ്റേ എന്തിനാ ഇങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യാനായിട്ട്? ഇതെന്താ അടപ്പണിയുടെ കേസല്ല, അതുകൊണ്ട് വെറുതെ തള്ളുകയാണ്. മനസ്സിലായ? ഇനി സതീശന്റെ കേസിൽ സതീശന് ഇത് മാത്രമല്ലല്ലോ പറഞ്ഞേക്കണത്. സതീശൻ എന്തൊക്കെ പറഞ്ഞേക്കണു? സതീശൻ പറഞ്ഞേക്കണ മറ്റേ മൈ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ നമ്മൾ ഫ്രണ്ട്സൊക്കെ തമ്മിൽ വിളിക്കുന്നതല്ലേ, അപ്പൊ അതുപോലെ പുള്ളി വിളിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇനി ഇതൊക്കെ പോട്ടെ, ഈ ഏറ്റവും ഒടുവിൽ കെ സുധാകരൻ മറ്റേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ പുള്ളിക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു സതീശൻ.
പുള്ളിക്ക് ഫേസ്ബുക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല, പുള്ളിക്ക് അങ്ങനെ ഒരു ഫേസ്ബുക്കും ഇല്ലെന്ന് പറഞ്ഞു. സുധാനത് തിരുത്തിയല്ലോ. ആ കേസുകാരെ പിറ്റേ ദിവസം രാവിലെ എഴുതി. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്നോട് സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ. അന്ന് പുള്ളി പറഞ്ഞ ഞാൻ സംസാരിച്ചു എന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞ. പിന്നെ രാഷ്ട്രീയക്കാരൊക്കെ നുണയൊക്കെ പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പുള്ളി പറയുന്ന വാദത്തിൽ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, അതായത് 10 മിനിറ്റ് കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റില്ല, ഒരു 10 മിനിറ്റ് വീതം 1000 തവണ എനിക്ക് തന്നോന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം. അപ്പൊ ഒരു 10,000 ബിറ്റ് ആവുമല്ലോ, 10,000 ബിറ്റ് ആണെന്ന് സംഭവിക്കുക. അല്ലാതെ ഇത് ഉടനെ തന്നെ മറ്റേ ഗവൺമെന്റ് ഇത് എന്ത് ചെയ്തു, ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തല്ലോ, ഉമീദ് പോർട്ടലിൽ എൻ്റർ ചെയ്താണ്. ഈ എൻ്റർ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ചെയ്യണമെന്ന് കേന്ദ്രത്തിന്റെ നിർദ്ദേശം, ചെയ്യണമെന്ന് കേന്ദ്രത്തിന്റെ ഒരു നിയമമാണ്. അപ്പം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് വെറുതെ രാവിലെ എഴുന്നേറ്റിട്ട് ഓക്കെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവർക്കെതിരെ ഫൈൻ വരും, കർശനമായിട്ടുള്ള നടപടികൾ വരും. കാരണം അത് ആ നിയമം അങ്ങനെയാണ്. അത് പിന്നെ അതൊരു ഗവൺമെന്റ് ചെയ്തൊരു നല്ല കാര്യമാണത്. കാരണം ഇത് എത്ര പ്രോപ്പർട്ടി ഉണ്ടെന്ന് ഇപ്പോഴും ഗവൺമെന്റിനെ പോലും സത്യം പ്രജിത അറിയേണ്ടത് കണക്കില്ല. അപ്പൊ ഇതെല്ലാം രജിസ്റ്റർ ചെയ്ത് ഇങ്ങോട്ട് കിട്ടിയാൽ ഗവൺമെന്റ് ഒരു കൃത്യമായിട്ടുള്ള പ്രോപ്പർട്ടി, ഇത്രയും പ്രോപ്പർട്ടി ഇതിലൂടെ ഇനിയെങ്കിലും അത് നഷ്ടപ്പെടാതിരിക്കാൻ അപ്പൊ ശ്രമിക്കാൻ പറ്റൂ. ഇത് ഒന്നും അറിയാതെ രാവിലെ എഴുന്നേറ്റ് വന്ന്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവാണ്, 10-25 സ്റ്റാഫുണ്ട്. പിന്നെ അദ്ദേഹം വിളിച്ചാൽ മുഹമ്മദ് ഷാ അടക്കം ഇപ്പൊ ഈ പറയുന്ന നിരവധി അഡ്വക്കേറ്റ്സ് അടക്കം എല്ലാവരും വന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നമ്മളെ പോലെയല്ല, നമ്മളൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ട് അതെടുക്കാൻ. പക്ഷെ ഇവര് വിളിക്കുമ്പോൾ ആളുകൾ സൗകര്യമായിട്ടൊന്നും പറഞ്ഞു കൊടുക്കും. കാരണം എന്താ? കാരണം പുള്ളി അടുത്ത തവണ ഏതെങ്കിലും പോസ്റ്റുകൾ എത്തുമെന്ന് ഇവർക്ക് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ്. അതുകൊണ്ട് വെറുതെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നതാണ്. സത്യമാണ്, കുഴപ്പമൊന്നുമില്ല. 10 മിനിറ്റ് എന്നൊക്കെ സതീശൻ പറഞ്ഞു, 10 മിനിറ്റ് ഒന്നും കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. അല്ല, എന്നാലും ഇപ്പൊ അദ്ദേഹം ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടേതാണ്. ആ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് ജനങ്ങളോട് ചുമ്മാ അങ്ങ് എല്ലാ ആശ്രയം നഷ്ടപ്പെട്ട ജനങ്ങളോടാണ് പറയുന്നത് 10 മിനിറ്റ് കൊണ്ട്. ഇതൊക്കെ ഇപ്പൊ ജനങ്ങൾ എന്നിട്ട് ഇപ്പോഴും മുനമ്പം മറ്റേ ഭരണസമിതിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഴയ ഗവൺമെന്റിന്റെ കുറ്റമാണ്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് നാള് ഇങ്ങനെയൊക്കെ പറയും. കാരണം എന്താണെന്ന് അറിയാമോ, ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മീഡിയ വണ്ണും പിന്നെ റിപ്പോർട്ടർ ചാനൽ സ്മൃതിയും ഒക്കെ പുള്ളിക്കാരുടെ പിന്തുണക്കാരുണ്ട്. പിന്നെ കാര്യം എന്താണ്, തേങ്ങ ഏതാണ് കവുങ്ങ് എന്താണെന്ന് അറിയാത്ത, തെങ്ങെന്താണ് കവുങ്ങ് എന്താണെന്ന് അറിയാത്ത ന്യൂസ് 18 ഇരുന്ന് ചർച്ച നടത്തും. അതുകൊണ്ട് ഇവിടെ ധൈര്യമായിട്ട് എന്ത് തേങ്ങ വേണമെങ്കിലും പറയാം, എന്ത് പറയാം, ഇവിടെ ധൈര്യമാണ്. ജനത്തിന് ഇതൊന്നും എന്ത് ചെയ്യൂല. കാരണം ഈ മാധ്യമങ്ങൾ പറയുന്ന കള്ളമാണ് ജനം വിശ്വസിക്കാൻ പോകുന്നത്. ഒരു കുഴപ്പമില്ല. ഇവിടെ 164 മരുന്നുകൾ അടിയന്തരമായി നിരോധിക്കണമെന്ന് പറഞ്ഞ് ഹാത്തി കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുക്കുകയും ഒരു മരുന്ന് പോലും നിരോധിക്കാതിരിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ആരെങ്കിലും ഇവിടെ ലേഖനം എഴുതിയിട്ടുണ്ടോ? ഹാത്തി കമ്മിറ്റി റിപ്പോർട്ട് ഒരു ദശാബ്ദത്തിന് ശേഷം എന്ന് പറഞ്ഞ് ഡോക്ടർ ബി ഇക്ബാൽ, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണ്. ഡോക്ടർ ബി ഇക്ബാൽ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. 1979 ശേഷമുള്ള തീരുമാനമാണ് ഞാനീ പറഞ്ഞത്, ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കിടക്കും. അല്ലാതെ ഇവിടെ വലിയ സീരിയസ് ആയിട്ട് ഇപ്പൊ ബോഫോഴ്സ് എന്ന് പറഞ്ഞൊരു കേസ്, അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞൊരു കേസ്, അല്ലെങ്കിൽ 2G സ്പെക്ട്രം എന്ന് പറഞ്ഞൊരു കേസ്, ഞാൻ തുറന്നു പറയണേ നമ്മുടെ ജനത്തിന് എത്ര പേർക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാം? വേണ്ട, പ്രജിതക്ക് അറിയാലോ, എത്ര മാധ്യമ പ്രവർത്തകർക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാം? ആര് നോക്കൂന്ന് പറയണത്? അതുകൊണ്ട് എന്ത് ചെയ്യാ, ഒരു ദോശ മറച്ചിടുമ്പോഴേക്കും പ്രശ്നം ഞാൻ തീർക്കുമെന്നൊക്കെ എന്ത് ചെയ്യും. പിന്നെ ഇതുപോലെ തന്നെയാണ് മറ്റേ ഡയലോഗ് വിട്ടേക്കണേത്, മോഡിഫിക്കേഷൻ ഒക്കെ. ഏത് വണ്ടികളുടെ മോഡിഫിക്കേഷൻ? അതിന് കേന്ദ്ര നിർദ്ദേശ ചട്ടങ്ങളുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് മറികടന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒറ്റക്കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ രഹസ്യമായിട്ടൊരു നിർദ്ദേശം കൊടുക്കണം, മോഡിഫിക്കേഷൻ ചെയ്ത് ഒരു വണ്ടി പിടിക്കണമെന്ന് കൊടുക്കണം. സതീശനെ കാണിച്ചതിൽ ഒരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധി എന്താണെന്ന് അറിയാമോ? ആ പിള്ളേർ റോട്ട് കൂടി ഇങ്ങനെ പോരട്ടെ എന്ന് വെച്ചിട്ടാണ്. അതായത് എല്ലാ സെഗ്മെന്റുകളെയും പുള്ളി കൃത്യമായിട്ട്, അത് പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിരുന്നുണ്ട്, അത് മിടുക്കാണ്. എല്ലാ സെഗ്മെന്റുകളുടെ വോട്ടും മേടിക്കാൻ എന്ത് പറയണം എന്ന് പുള്ളിക്ക് അറിയായിരുന്നു, അത് പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു. അതിൽ തെറ്റൊന്നുമില്ല. ആ ലാസ്റ്റ് പുള്ളി നോക്കിയപ്പോഴാണ് യുവജനങ്ങളുടെ വോട്ട് കിട്ടാൻ, അപൊളിറ്റിക്കലായിട്ടുള്ള ആളുകളുടെ വോട്ട് കിട്ടാൻ ഒറ്റ വഴിയും കൂടെ ഉള്ളൂ, എന്ത് കിട്ടണം, മോഡിഫിക്കേഷൻ കൂടി ഇങ്ങനെ പോരട്ടെ എന്ന്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബൈജു എൻ നായർ എന്ന് പറയുന്ന ഒരു ആളുണ്ടല്ലോ, അദ്ദേഹം വണ്ടികളൊക്കെ, അപ്പൊ അദ്ദേഹവുമായിട്ട് ഇദ്ദേഹം ഒരു വണ്ടി ഓടിക്കുന്നതും അതുപോലെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതെല്ലാം നല്ല പ്രചരണമായിരുന്നു, ഒരു സംശയമില്ല. കാരണം ബൈജു എൻ നായർ ഇടക്കിടക്ക് ചെറുതായിട്ടൊന്ന് ഗവൺമെന്റിട്ട് വെറുതെ തോണ്ടിയിട്ട് പോകുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തു. നല്ല റീച്ചുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം പറയുന്നതിന്റെ കമന്റിനൊക്കെ ഒരു വലിപ്പം കിട്ടുകയും ചെയ്യും. പക്ഷെ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ എനിക്ക് പറഞ്ഞാൽ ബൈജു എൻ നായരോട് അന്ന് സംസാരിച്ചപ്പോൾ കിട്ടിയതായിരിക്കും ഈ വണ്ടി മോഡിഫിക്കേഷൻ കൂടി തട്ടിക്കോ എന്ന് പറഞ്ഞേക്കണം. ബൈജു എൻ നായരും അതിനൊക്കെ വില്ലനാണ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങൾക്കൊക്കെ വില്ലനാണ്. എനിക്ക് നേരിട്ട് അറിയില്ല, പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് അറിയുന്ന ആളുകൾ പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് അദ്ദേഹത്തോട് വിരോധമൊന്നുമില്ല, അദ്ദേഹം നന്നായി അവതരിപ്പിക്കുന്ന ഒരാളാണ്. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം അതും കൂടി കിട്ടിയപ്പോൾ ഈ ഒരു തട്ടും കൂടി എന്ത് ചെയ്യട്ടെ,
ഇനി ആ ഒരു ഗ്യാപ്പ് കിട്ടണ്ടാതിരിക്കണ്ട. അതെല്ലാം കൂടി കിട്ടിയപ്പോഴാണ് എന്ത് ചെയ്ത് അതങ്ങ് ഫില്ല് ചെയ്തു. ആ അതായത് പ്രോ ഇസ്ലാമിക് ആളുകളെയും കിട്ടി, തൊട്ടിപ്പുറത്ത് എന്താണ് പ്രോ ഹിന്ദുത്വ ആളുകളെ ഒരുപോലെ കിട്ടി, പ്ലസ് മുനമ്പവും കിട്ടി, പ്ലസ് എന്താണ് ഈ ഏറ്റവും ഒടുവിൽ മോഡിഫിക്കേഷൻ വരുത്തുന്നവരെ കൂടി കിട്ടി. അങ്ങനെ കിട്ടാത്ത ആരാന്ന് വെച്ചാൽ കഞ്ചാവ് അടിക്കുന്ന പിള്ളേരെ മാത്രമാണ്. കഞ്ചാവ് കൂടി സുലഭമാക്കും, കാനബറീസ് ഇവിടെ എന്ത് ചെയ്യും എന്ന് പറയാമെന്ന് ഭാഗ്യം. കാനബീസ് ഒക്കെ എന്ത് ചെയ്യും? അല്ല വേണമെങ്കിൽ പറയാത്. കാരണം കാനഡയിൽ ഇപ്പോൾ ഇതിൻ്റെ ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഗവൺമെൻറ് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അമേരിക്കയിൽ നിരവധി സ്റ്റേറ്റുകളിൽ ഇത് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം അത് വളരെ ചിന്തിച്ചെടുത്തേക്കുന്ന തീരുമാനമാണ്. കാരണം ഒരാളെ ഇതുപോലെ കഞ്ചാവ് കേസിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ $10,000 മുടക്കണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് സിന്തറ്റിക് ലഹരി കൂടുകയാണ്. അപ്പോൾ അതിനേക്കാൾ ഭേദം എന്ത് ചെയ്യാം. പിന്നെ അത് പുള്ളി പറയുമെന്നുള്ള പേടിയിലായിരുന്നു ഞാൻ ഇലക്ഷൻ്റെ തലേദിവസം വരെ. പിന്നെ അത് പറഞ്ഞാലൊരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വോട്ട് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പുറത്ത് വേറെ വോട്ട് പോകുമെന്ന് പുള്ളിക്ക് കൃത്യമായിട്ട് അതുകൊണ്ടാണ് അത് പറയുന്നത്. അല്ലെങ്കിൽ അതും കൂടി തട്ടിയാണ്. അതുകൊണ്ട് സതീശൻ പറഞ്ഞ കാര്യത്തിലൊന്നും കുഴപ്പമില്ല. 10 മിനിറ്റ് ഒരുപാട് സമയമുണ്ടല്ലോ. ഒരുപാട് 10 മിനിറ്റ് ഉണ്ട്. 5 കൊല്ലത്തിനിടക്ക് ഒരുപാട് 10 മിനിറ്റ് ഉണ്ട്. ലാസ്റ്റത്തെ 10 മിനിറ്റ് വരെ ഉണ്ട്. ആ 10 മിനിറ്റിൽ എന്ത് ചെയ്താൽ മതി ചെയ്താൽ. പിന്നെ മുനമ്പ് വിഷയമൊന്നും മറ്റേ 10 മിനിറ്റ് അല്ല, ഇനി 10,000 മിനിറ്റ് എടുത്താൽ പോലും തീർക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ മോദി വിചാരിച്ച പോലെ അത് തീർക്കാൻ പറ്റില്ല. കാരണം മോദി തന്നെ ഒരു പുതിയ നിയമം കൊണ്ടുവന്നപ്പോൾ എന്തെങ്കിലും തീർക്കാൻ പറ്റുമോ? ഒന്നും തീർന്നില്ല. അതുകൊണ്ടാണ് പാവം കിരൺ റിജിജു വിടാന്ന് പറഞ്ഞത്. ഓക്കെ, നിയമമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് കേസ് നടത്താം. ആളുകൾ കഴിക്കണം ഇത് നിയമം കൊണ്ടുവന്ന് നാളെ രാവിലെ മുതൽ സ്വന്തം സ്ഥലം സ്വന്തമായിട്ട് കിട്ടുമെന്ന് വിചാരിക്കണം. പിന്നെ അതിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. കാരണം സംസ്ഥാന ഗവൺമെൻറ് എന്ത് ചെയ്തെന്നറിയോ? ഇതിൻ്റെ പുറത്ത് മറ്റേ കരമടക്കാരെങ്കിലും തുടങ്ങി. കരമടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സ്ഥലമാണെന്നുള്ള ഒരു ചെറിയ ക്ലെയിമെങ്കിലും വെക്കാൻ പറ്റും. കരമടച്ച റെസീറ്റ് കൊണ്ട് ആർക്കെങ്കിലും പോയി ജാമ്യമെങ്കിലും നിൽക്കുക കോടതിയിൽ. ഇതിപ്പോൾ അതും കൂടി നടക്കൂല. ഇപ്പം നാളെ പ്രജയ്ക്ക് ഒരാൾ കോടതിയിലുണ്ട്, ജാമ്യം നിൽക്കണമെന്നുണ്ടെങ്കിൽ കരമടച്ച റസീത് വേണം. അപ്പോൾ കരമടച്ച റസീത് ഇപ്പോൾ വേറെ 10 സെൻറ്റ് സ്ഥലവും 50 സെൻറ്റ് സ്ഥലവും മൂന്നാറിലുള്ള പാർട്ടിയല്ലല്ലോ ഇവിടെ കിടക്കുന്നത്. പാവം പിടിച്ച ആൾക്കാരാണ്. പിന്നെ അവർക്കൊക്കെ കുറേ കുഴപ്പങ്ങളുണ്ട്. ആ സമരസമിതിക്കൊക്കെ സമരസമിതിയൊക്കെ ഇതുപോലെ ഇവരെ അനുകൂലിക്കുന്ന ആളുകളെയൊക്കെ വിളിച്ച് അവിടെ പ്രസംഗിപ്പിക്കാൻ വേണ്ടി വിളിക്കും. അപ്പോൾ അവർ ഇതുപോലെ വൃത വായിട്ടടിക്കൽ കേട്ടിട്ട് എന്ത് ചെയ്യും? നാളെ BJP ശരിയാക്കും, മറ്റന്നാൾ സതീശൻ വരുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം തീർക്കും, BJP നിയമം പാസ്സാക്കി പ്രശ്നം തീർക്കും. സത്യം പറഞ്ഞാൽ ഇപ്പോഴും സ്വന്തം സ്ഥലത്തിൻ്റെ എന്തില്ല, ക്രയവിക്രയ അധികാരം അവരുടെ ഇല്ല.